ഇന്ത്യയിൽ നിന്നുള്ള ഭീകരർ ശ്രീലങ്കയിൽ എത്തിയെന്ന സംശയത്തിൽ അന്വേഷണം ചെന്നൈയിൽ നിന്ന് കൊളംബോയിലേക്കുള്ള വിമാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പി ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, വളരെ നിർണായകമായ വിവരമാണ് ഈ പുറത്തു വരുന്നത്. ഭീകരർക്കായുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് ശക്തമായി പുരോഗമിക്കുമ്പോഴാണ് ഇങ്ങനൊരു സാധ്യത. എങ്ങനെയാണ് അങ്ങനെ ചില സൂചനകൾ വരുന്നത്? ഈ പരിശോധനയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? ശ്രീലങ്കൻ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ചെന്നൈയിൽ നിന്നും കൊളംബോയിലെത്തിയ ഒരു വിമാനത്തിൽ, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ചെന്നൈയിൽ നിന്ന് 11:59 കൊളംബോയിലെത്തിയ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്ന ചിലർക്ക് വേണ്ടി അവിടെ പരിശോധന നടക്കുന്നു എന്നുള്ളൊരു വിവരമാണ് വരുന്നത്. ഭണ്ഡാരനായികെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് പരിശോധന നടക്കുന്നത്. ഇക്കാര്യം ശ്രീലങ്കൻ എയർലൈൻസും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നും വന്ന UL 122 നമ്പർ വിമാനത്തിൽ പരിശോധന നടക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഇന്ത്യയിൽ ആവശ്യമുള്ള ഒരു സസ്പെക്റ്റിന് വേണ്ടിയാണ് അന്വേഷണം നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും കേസിൽ അന്വേഷണം നേരിടുന്നവരെ തേടിയുള്ള റിക്വസ്റ്റ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നതെന്നാണ് വരുന്നത്. അതേസമയം ശ്രീലങ്കയിലെ മാധ്യമമായ ന്യൂസ് ഫസ്റ്റ് നൽകിയിരിക്കുന്ന വാർത്ത പ്രകാരമാണെങ്കിൽ ഭണ്ഡാരനായിക അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ശ്രീലങ്കൻ പോലീസും ശ്രീലങ്കൻ വായുസേനയും അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നുള്ള പരിശോധന വരുന്നു. പോലീസ് വക്താവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്ത നൽകിയിരിക്കുന്ന മാധ്യമം പറഞ്ഞിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട 6 പേർ ഈ വിമാനത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ചെന്നൈയിൽ നിന്നും വന്ന ആ 4 പേർ ഈ വിമാനത്തിൽ, 6 പേർ ഈ വിമാനത്തിൽ ഉള്ളത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടവരാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ശ്രീലങ്കയിലെ ന്യൂസ് ഫസ്റ്റ് എന്നുള്ള മാധ്യമം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും വലിയ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വിമാനം എപ്പോഴാണ് കൊളംബോയിൽ എത്തിച്ചേർന്നത്? എത്ര സമയമായി ഈ പരിശോധന നടക്കുന്നു? ഇന്ത്യയിൽ നിന്നുള്ള അന്വേഷണ സംഘങ്ങൾ എന്തെങ്കിലും അവിടെ നേരത്തെ ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? അതിലാരെങ്കിലും ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടോ? എങ്ങനെയാണ് ഇത് ഏകോപിപ്പിക്കുന്നതും ഈ പരിശോധന നടക്കുന്നതും? ശ്രീലങ്കൻ എയർലൈൻസിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ തന്നെ പറയുന്ന, സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ചെന്നൈയിൽ നിന്നും 11:59 കൊളംബോയിലെത്തിയ UL 122 എയർക്രാഫ്റ്റ് 4RALS എന്നുള്ള വിമാനമാണ് അവിടെ വന്നപ്പോൾ തന്നെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. This was carried out in coordination with the local authorities following an alert from the Chennai Area Control Center regarding a suspect wanted in India who was believed to be on board എന്നുള്ളതാണ്. അതായത് വളരെ വിശദമായി ഇന്ത്യയിൽ നിന്നുള്ള അന്വേഷണത്തിന്റെ തന്നെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ 6 പേരും ചെന്നൈയിൽ നിന്നുള്ള കൊളംബോയിലേക്കുള്ള വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം ഇന്ത്യൻ അധികൃതർ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊളംബോയിൽ അന്വേഷണം നടക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സൈന്യവുമൊക്കെ തന്നെ കശ്മീരിൽ വലിയ തോതിൽ അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടു എന്ന് സംശയിക്കുന്നവർ കൊളംബോയിലെത്തുന്നത്. കൃത്യമായി ഇതിൽ ഈ ആക്രമണം നടത്തിയവർ തന്നെയെന്നാണോ, അതോ അതിന് ഏതെങ്കിലും രീതിയിൽ ഒത്താശ ചെയ്ത ആളുകൾ, അങ്ങനെ ഒരു സംഘമാണോ? കൃത്യമായി പഹൽഗാം ഈ വെടിവയ്പിൽ പങ്കെടുത്തവർ എന്ന് തന്നെയാണോ സൂചിപ്പിക്കുന്നത്? ദിവിഷ, ഇപ്പോൾ അങ്ങനെയാണ് പോലീസ് വക്താവിനെ ഉദ്ധരിച്ചുകൊണ്ട് ശ്രീലങ്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടവരാണ് എന്നുള്ളൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. അത് ഇവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതുമാണ് ശ്രീലങ്കൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. അതായത് അവരുടെ തന്നെ വാർത്ത പറയുന്നത് തന്നെ സ്പോക്സ് പേഴ്സൺ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വിവരമാണ് വരുന്നത്. Police spokesperson said the information received indicated that 6 individuals suspected to be involved in the recent Pahalgam attack were on board a flight arriving from Chennai എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം. അതായത് ഈ ആരോപണം, അതായത് ഈ പഹൽഗാമിൽ ഉൾപ്പെട്ട 6 പേർ, ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട 6 പേരും
ശ്രീലങ്കയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ നടക്കുന്നു. വലിയ തോതിലുള്ള അന്വേഷണമാണ് അല്ലെങ്കിൽ പരിശോധനയാണ് ബണ്ടാരനായിക വിമാനത്താവളത്തിൽ നടക്കുന്നത്. ശരി, പി ബസന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർ അടങ്ങുന്ന സംഘം കൊളംബോയിലേക്ക്, ചെന്നൈയിൽ നിന്ന് കൊളംബോയിലേക്കുള്ള ശ്രീലങ്കൻ എയർലൈൻസ് വിമാനത്തിൽ ഉണ്ടോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ശ്രീലങ്കൻ എയർലൈൻസ് തന്നെയാണ് ഈ കാര്യം ഔദ്യോഗികമായി അറിയിക്കുന്നത്. പക്ഷേ കൂടുതൽ പരിശോധനയുടെ വിവരങ്ങളോ മറ്റാരെങ്കിലും കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും പഹൽഗാമിൽ ഈ ഒരു ഭീകരാക്രമണം നടത്തി അതിർത്തി പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഈ ഭീകരർക്കായി വലിയ രീതിയിൽ തിരച്ചിൽ നടക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ഇങ്ങേയറ്റത്ത് ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് ഈ പ്രതികൾ കൊളംബോയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് ആ ഭീകരർ തന്നെയാണെങ്കിൽ എങ്ങനെ അവരിവിടെ എത്തിപ്പെട്ടു, അവർക്ക് ആരൊക്കെ സഹായം നൽകി എന്നതിൽ ഉൾപ്പെടെ വ്യാപകമായ അന്വേഷണത്തിന്റെ ഒരു സാഹചര്യം കൂടിയുണ്ട്. തീർച്ചയായും അടുത്ത നിമിഷങ്ങളിൽ ഒരുപക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്.